പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് തുടരുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് നമ്മൾ പറയുന്നത്. അതിൽ റസ്കിൻ ബോണ്ടിൻ്റെ ഒരു ചെറിയ കഥ. ആനിമൽസ് ഓൺ ദ ട്രാക്ക്. All about, shrieked the poppy, grandmother's pet parrot, as we climbed into Lucknow Express. ഞങ്ങളെല്ലാവരും ലക്നൗ എക്സ്പ്രസ്സിൽ കയറിയപ്പോൾ വെല്ലിമയുടെ വളർത്ത് തത്തയായ പോപ്പി ഉച്ചത്തിൽ പറഞ്ഞു, എല്ലാവരും കയറി. Our family was moving from Dera to Lucknow in Northern India. ഞങ്ങളുടെ കുടുംബം ഡെറയിൽ നിന്നും ലക്നൗവിലേക്ക് പോവുകയാണ്. വടക്കേ ഇന്ത്യയിലാണ്. ഗ്രാൻഡ് മദർ വാസ് ടേക്കിംഗ് ഹർ പെറ്റ് പാരറ്റ് ടു ലക്നൗ. മുത്തശ്ശി അവരുടെ കൊച്ച് വളർത്തു തത്തയെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ ഓൾസോ ടുക്ക് അവർ പെറ്റ്സ്. മുത്തശ്ശന് വളർത്തുമൃഗമുണ്ട്, എനിക്ക് വളർത്തുമൃഗങ്ങളുണ്ട്. വി ബ്രോട്ട് അലോങ് ടിമോത്തി, ഗ്രാൻഡ് ഫാദേഴ്സ് ടൈഗർ, ആൻഡ് ചിപ്സ് മൈ സ്മോൾ സ്ക്യൂറിൽ. ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. മുത്തശ്ശൻ കൊണ്ടുവന്നത് ടിമോത്തിയാണ്. ടിമോത്തി മുത്തശ്ശൻ്റെ കടുവയാണ്, വളർത്തു കടുവ. ആൻഡ് ചിപ്സ് മൈ സ്മോൾ സ്ക്യൂറിൽ, എൻ്റെ കൊച്ച് അണ്ണാൻ, അതാണ് ചിപ്സ്, അത് എൻ്റെ കൂടെയുണ്ട്. ബട്ട് വി തോട്ട് ഇറ്റ് ബെറ്റർ ടു ലീവ് അവർ പൈത്തൺ ബിഹൈൻഡ്. പക്ഷേ ഞങ്ങളുടെ പെരുമ്പാമ്പിനെ കൂടെ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറായില്ല. ഇൻ ദോസ് ഡേയ്സ് ഇന്ത്യ വാസ് നോട്ട് സോ ക്രൗഡഡ് ആൻഡ് ഇറ്റ് വാസ് പോസിബിൾ ടു ട്രാവൽ വിത്ത് പെറ്റ്സ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, റെയിൽവേ സ്റ്റേഷനും ട്രെയിനിലും ഒന്നും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് അവരുടെ വളർത്തുമൃഗങ്ങളുമായിട്ട് സഞ്ചരിക്കാം. ഗ്രാൻഡ് ഫാദർ ഹാഡ് ഡിസൈഡഡ് ടു ട്രാവൽ ഇൻ സ്റ്റൈൽ. മുത്തശ്ശൻ തൻ്റെ പതിവ് ശൈലിയിലാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. സോ വി ഹാഡ് എ 4 berth ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ഓഫ് അവർ ഓൺ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 4 ബെർത്തുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. ടിമോത്തി ദ ടൈഗർ ഹാഡ് എൻ എൻറ്റയർ ബെർത്ത് ടു ഹിംസെൽഫ്. കടുവയ്ക്ക് കിടക്കാൻ ഒരു ബെർത്ത് തന്നെ കൊടുക്കേണ്ടി വന്നു. ലേറ്റർ എവ്രിവൺ അഗ്രീഡ് ദാറ്റ് ടിമോത്തി ബിഹേവ്ഡ് റിയലി വെൽ ഓൺ ദ ജേർണി. പിന്നീട് യാത്രക്കാരെല്ലാവരും അംഗീകരിച്ചൊരു കാര്യമുണ്ട്, അതിലേറ്റവും നന്നായിട്ട് പെരുമാറിയത് ടിമോത്തി എന്ന കടുവയാണെന്ന്. കാരണം യാത്രയിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ടിമോത്തി ഉണ്ടാക്കിയില്ല. ഈവൻ ദ ഗാർഡ് സെഡ് ഹി കുഡ് നോട്ട് ഹാവ് ആസ്ക്ഡ് ഫോർ എ ബെറ്റർ പാസഞ്ചർ. അതിലെ ഗാർഡ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് ചോദിക്കേണ്ട ഏറ്റവും നല്ല പാസഞ്ചർ ആരാണെന്ന്, കാരണം അത് ടിമോത്തി ആണെന്ന് അയാൾക്കറിയാമായിരുന്നു. All the same, before we reached Lucknow, there was excitement enough for everyone. ഞങ്ങൾ ലക്നൗവിലേക്ക് എത്തുന്നതിന് മുമ്പേ പല രീതിയിലുള്ള ആവേശം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണം. To begin with, Poppy objected to vendors poking their hands in at the windows. തുടക്കത്തിൽ തന്നെ വഴി നടന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ തീവണ്ടിയുടെ വിൻഡോയിലൂടെ കൈയിട്ട് ആളുകളെ തോണ്ടുന്നത് പോപ്പിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് എതിർത്തു. ബിഫോർ ദ ട്രെയിൻ ലെഫ്റ്റ് ഡെറ സ്റ്റേഷൻ ഹി ഹാഡ് നിപ്ഡ് 2 fingers ആൻഡ് ട്വിക്ഡ് ദ ടിക്കറ്റ് ഇൻസ്പെക്ടേഴ്സ് ഇയർ. ട്രെയിൻ ഡെറയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ പോപ്പി വെൻഡോസിൻ്റെ 2 വിരലുകളിൽ ഇറുക്കി. കൂടാതെ ടിക്കറ്റ് ഇൻസ്പെക്ടറുടെ ചെവിയിൽ നുള്ളി. തത്ത നുള്ളി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കടിച്ചു അല്ലെങ്കിൽ എന്താണ്ട് അതിൻ്റെ ആ കാല് കൊണ്ട് ഇറുക്കി എന്നൊക്കെയുള്ള മീനിങ് ആണ്, എടുത്താൽ മതി. Then as the train started moving, chips my squirrel peeped out of my pocket. ട്രെയിൻ ചലിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അണ്ണാൻ സ്ക്വിറിൽ എൻ്റെ പോക്കറ്റിൽ നിന്നും മെല്ലെ പുറത്തു ചാടി. ഞാൻ തടയുന്നതിന് മുമ്പേ ഹി വാസ് ഔട്ട് ഓഫ് ദ കമ്പാർട്ട്മെൻറ്റ് ഡോർ. അത് കമ്പാർട്ട്മെൻറ്റ് ഡോറിനടുത്തെത്തി. ഹി ഹാഡ് നോ ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് ഫ്രണ്ട്സ് വിത്ത് ബോത്ത് ചിൽഡ്രൻ ആൻഡ് ഗ്രോൺ അപ്സ്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ സുഹൃത്തായി അത് പെട്ടെന്ന് തന്നെ മാറി.
Almost all the passengers had bought large amount of roasted peanuts before the train pulled up. Almost all the passengers had bought large amounts of roasted peanuts before the train pulled up. ട്രെയിൻ എടുക്കുന്നതിന് മുമ്പേ എല്ലാ യാത്രക്കാരും നിലക്കടല വറുത്തത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചിപ്സ് ഫെൽറ്റ് ഹി വാസ് ഇൻ ഹെവൻ. ചിപ്സ് വിചാരിച്ചു അത് സ്വർഗത്തിലാണെന്ന്. ഇറ്റ് വാസ് ആൻ അവർ ബിഫോർ ഹി റിട്ടേൺഡ് വിത്ത് ഹിസ് ടമ്മി ഓൾമോസ്റ്റ് ബേസ്റ്റിംഗ്. ഒരു മണിക്കൂർ മുമ്പേ തന്നെ അതിൻ്റെ വയറൊക്കെ വീർപ്പിച്ച് അത് എൻ്റെ പോക്കറ്റിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയണം. ഐ തിങ്ക് ഐ വിൽ ഗോ ടു സ്ലീപ്പ്. ഇറ്റ് ഹാസ് ബീൻ എ ടയറിംഗ് ഡേ, സെഡ് ഗ്രാൻഡ് മദർ കവറിംഗ് ഹെർസെൽഫ് വിത്ത് എ ബ്ലാങ്കറ്റ്. എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് വല്ലാത്തൊരു ക്ഷീണമുള്ള ദിവസം. മുത്തശ്ശി ബ്ലാങ്കറ്റ് പുതച്ച് കിടന്നു. ഷീ സ്ട്രെച്ച്ഡ് ഔട്ട് ഓൺ ദ ബർത്ത് ഓപ്പോസിറ്റ് ടിമ്മി. ആറൻറ്റ് യു ഗോയിങ് ടു ഈറ്റ് എനിത്തിങ് ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശി കിടന്ന ബർത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ടിമോത്തി, അതായത് നമ്മളുടെ കടുവ കിടന്നതെന്ന്. ആറൻറ്റ് യു ഗോയിങ് ടു ഈറ്റ് എനിത്തിങ് ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ. മുത്തശ്ശൻ ചോദിച്ചു, നീ ഒന്നും കഴിക്കുന്നില്ലേ കിടക്കുന്നതിന് മുമ്പേ? ഐ ആം നോട്ട് ഹംഗ്രി, ഐ ഹാഡ് സം സൂപ്പ് ബിഫോർ വി ലെഫ്റ്റ്. എനിക്ക് വിശപ്പൊന്നുമില്ല, ഞാൻ പോരുന്നതിന് മുമ്പേ കുറച്ച് സൂപ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. യു ടു ഹെൽപ്പ് യുവർ സെൽഫ് ഫ്രം ദ ടിഫിൻ ബാസ്ക്കറ്റ്. നിങ്ങൾ രണ്ടാളും ടിഫിൻ ബാസ്ക്കറ്റ് തുറന്ന് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഗ്രാൻഡ് മദർ ഡോസ്ഡ് ഓഫ്. മുത്തശ്ശി കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങി. ഈവൻ പോപ്പി സ്റ്റാർട്ടഡ് നോഡിങ്. പോപ്പി പോലും തല കുലുക്കാൻ തുടങ്ങിയപ്പോൾ വെൽ ഐ എം ഹംഗ്രി ഐ സെഡ്. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഡിഡ് ഗ്രാനി മേക്ക് ഫോർ എസ്? മുത്തശ്ശി എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത്? സാൻഡ്വിച്ചസ്, ബോയിൽഡ് എഗ്സ്, റോസ്റ്റ് ചിക്കൻ, ഫ്രൂട്ട് പൈ, ഇറ്റ്സ് ഓൾ ഇൻ ദ ടിഫിൻ ബാസ്ക്കറ്റ്. മുത്തശ്ശി സാൻഡ്വിച്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, ഫ്രൂട്ട് പൈ ഉണ്ട്. ഫ്രൂട്ട് പൈ എന്നാൽ ഒരു തരം പഴങ്ങളും അല്ലാതെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അതൊക്കെ മുത്തശ്ശി ഉണ്ടാക്കിയിട്ടുണ്ട്. അവയെല്ലാം ടിഫിൻ ബാസ്ക്കറ്റിലുണ്ട്. ഐ ടഗ്ഡ് അറ്റ് ദ ലാർജ് ബാസ്ക്കറ്റ് ആൻഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ സെൻറ്റർ ഓഫ് ദ കമ്പാർട്ട്മെൻറ്റ്. ദ സ്ട്രാപ്സ് വർ ലൂസ്ലി ടൈഡ്. ആസ് സൂൺ ആസ് ഐ undid them, the lid flew open. I let out a gasp of surprise. ടിഫിൻ ബോക്സ് ഉള്ള ആ വലിയ ബാസ്ക്കറ്റ് ഞാൻ വലിച്ചു. അതിനുശേഷം കമ്പാർട്ട്മെൻറ്റിന് നേരെ അത് വലിച്ചിഴച്ച് ഞാൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ നടുക്കിലേക്ക് വലിച്ച് കൊണ്ടുവന്നു. ദ സ്ട്രാപ്സ് വർ ലൂസ്ലി ടൈഡ്. അതിലെ വളരെ ലൂസായിട്ടാണ് അത് കെട്ടിയിരുന്നത്. ആസ് സൂൺ ആസ് ഐ undid them, the lid flew open. ഞാനത് തുറന്നപ്പോൾ അതിൻ്റെ അടപ്പ് പെട്ടെന്ന് ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് തുറന്നു. ഐ ലെറ്റ് ഔട്ട് എ ഗ്യാസ്പ് ഓഫ് സർപ്രൈസ്. പെട്ടെന്ന് തന്നെ ഞാൻ അതിശയിച്ചു പോയി. ഇൻ ദ ബാസ്ക്കറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ് പെറ്റ് പൈത്തൺ. ആ പെട്ടിയിൽ അല്ല ആ ബാസ്ക്കറ്റിൽ മുത്തശ്ശൻ്റെ പെരുമ്പാമ്പ് സുഖമായിട്ട് കിടക്കുന്നു. ഹി വാസ് കേൾഡ് അപ്പ് ഹാപ്പിലി ഓൺ ദ റിമെയിൻസ് ഓഫ് അവർ ഡിന്നർ. ഞങ്ങളുടെ ഡിന്നറിൻ്റെ അവശിഷ്ടങ്ങളിൽ അത് സുന്ദരമായിട്ട് ചുരുണ്ടുകൂടി കിടക്കുന്നു. ഗ്രാൻഡ് ഫാദർ ഹാഡ് ലെറ്റ് ഇറ്റ് ലൂസ് ഇൻ ദ ഗാർഡൻ. മുത്തശ്ശൻ അതിനെ പൂന്തോട്ടത്തിലേക്ക് അഴിച്ചുവിട്ടതായിരുന്നു. സംഹൗ ഇറ്റ് ഹാഡ് മാനേജ്ഡ് ടു ഗെറ്റ് ഇൻ ടു ദ ടിഫിൻ ബാസ്ക്കറ്റ്. അതിനിടയിൽ എപ്പോഴോ അത് ടിഫിൻ ബാസ്ക്കറ്റിൽ കയറിക്കൂടി. വെൽ, വാട്ട് ആർ യു സ്റ്റാറിങ് അറ്റ്? ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ഹിസ് കോർണർ. മുത്തശ്ശൻ ചോദിച്ചു. നീ എന്താ തുറച്ചു നോക്കുന്നേ? ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ഹിസ് കോർണർ. അദ്ദേഹത്തിൻ്റെ മൂലയിൽ നിന്നും മുത്തശ്ശൻ ചോദിച്ചു. ഇറ്റ് ഈസ് എ പൈത്തൺ ഐ സെഡ് ആൻഡ് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് ഓൾ അവർ ഡിന്നർ. മുത്തശ്ശ, പെരുമ്പാമ്പ് അത് നമ്മളുടെ ഡിന്നറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ ജോയിൻ മീ ആൻഡ് ടുഗെദർ വി ലുക്ക് ഡൗൺ അറ്റ് വാട്ട് റിമെയിൻഡ് ഓഫ് ദ ഫുഡ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് അതിൽ ഭക്ഷണം എന്താ ബാക്കിയുള്ളതെന്ന് ഞങ്ങൾ നോക്കി. പൈത്തൺസ് ഡോണ്ട് chew, they swallow. പെരുമ്പാമ്പ് സാധാരണ ചവയ്ക്കാറില്ല, അവ വിഴുങ്ങാറാണ് പതിവ്.
The shapes of all the dishes Granny had packed were outlined clearly along the length of the large snack's sleek body. അതിൻ്റെ മെലിഞ്ഞ ശരീരത്തിൽ മുത്തശ്ശി പൊതിഞ്ഞ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഞങ്ങൾക്ക് ആ വയറിലിങ്ങനെ കാണാൻ കഴിഞ്ഞു. പെരുമ്പാമ്പിൻ്റെ എന്ന് പറയുന്നു. വി കുഡ് സി എ ചിക്കൻ, ഞങ്ങൾക്ക് ചിക്കൻ കാണാൻ കഴിഞ്ഞു. എ പൈ, ഫ്രൂട്ട് പൈ കാണാൻ കഴിഞ്ഞു. ആൻഡ് 6 ബോയിൽഡ് എഗ്സ്, 6 പുഴുങ്ങിയ മുട്ടകൾ കാണാൻ കഴിഞ്ഞു. We couldn't make out the shape of the sandwiches, but those must have been eaten too because they were not in the basket. സാൻഡ്വിച്ചുകളുടെ ഷേപ്പ് അതിൻ്റെ വയറിൽ കാണാൻ കഴിഞ്ഞില്ല. എന്നാലും അവയും അത് തീർത്തിട്ടുണ്ടായിരുന്നു, കാരണം ബാസ്ക്കറ്റിൽ സാൻഡ്വിച്ചും ഉണ്ടായിരുന്നില്ല. ഓൺലി എ ഫ്യൂ ആപ്പിൾസ് റിമെയിൻഡ്, ആകെ കുറച്ച് ആപ്പിള് അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. എവിഡൻലി ദ പൈത്തൺ ഡിഡ് നോട്ട് കെയർ ഫോർ ആപ്പിൾസ്. പൈത്തൺ ആപ്പിൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെ കഴിച്ചിട്ടില്ല. ഗ്രാൻഡ് ഫാദർ ഷട്ട് ദ ബാസ്ക്കറ്റ് ക്വിക്ലി ആൻഡ് പുഷ്ഡ് ഇറ്റ് ബാക്ക് ബിനീത്ത് ദ ബേർഡ്സ്. മുത്തശ്ശൻ ബാസ്ക്കറ്റ് അടച്ചിട്ട് ബേർത്തിൻ്റെ അടിയിലേക്ക് അത് തള്ളി. വി മസ്റ്റ് നോട്ട് ലെറ്റ് ഗ്രാൻഡ് ഫാദർ സീ ഹിം, ഹി സെഡ്. ഷീ മൈ തിങ്ക് വി ബ്രോട്ട് ഹിം ഓൺ പർപ്പസ്. മുത്തശ്ശി ഇത് കാണണ്ട, മുത്തശ്ശൻ പറഞ്ഞു. കാരണം അവർ വിചാരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഈ പെരുമ്പാമ്പിനെ കൊണ്ടുവന്നതാണെന്ന്. വെൽ, ഐ ആം സ്റ്റിൽ ആംഗ്രി, ഐ കംപ്ലൈൻറ്റ്. ഓഹ്, എനിക്കിപ്പോഴും നന്നായി, എനിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പോഴും, ഞാൻ പരാതി പറഞ്ഞു. എ ലിറ്റിൽ ആഫ്റ്റർ മിഡ് നൈറ്റ് ദർ വാസ് എ ഗ്രേറ്റ് ക്ലാമർ അറ്റ് ദ എൻഡ് ഓഫ് ദ കോറിഡോർ. പാതിരാത്രി കഴിഞ്ഞതിന് ശേഷം വരാന്തയിൻ്റെ ഇടനാഴിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഒരു ബഹളം കേട്ടു. ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വോക്ക് അപ്പ്. മുത്തശ്ശനും ഞാനും എഴുന്നേറ്റു. സഡൻലി ദർ വർ ക്രൈസ് ഓഫ് സാപ്പ് സാപ്പ്. അവിടുന്ന് സാപ്പ് സാപ്പ് എന്നുള്ള കരച്ചിൽ, സാപ്പ് എന്ന് പറഞ്ഞാൽ സ്നേക്ക് എന്നാണ്, പാമ്പ് എന്നാണ്. ഗ്രാൻഡ് ഫാദർ വാസ് ഓൺ ഹിസ് ഫീറ്റ് ഇൻ എ മോമെൻറ്റ്. ഹി ലുക്ക്ഡ് അണ്ടർ ദ ബർത്ത്. ദ ടിഫിൻ ബാസ്ക്കറ്റ് വാസ് എംപ്റ്റി. മുത്തശ്ശൻ നിന്ന നിൽപ്പിൽ താഴെ ബർത്തിൽ നോക്കി. ടിഫിൻ ബാസ്ക്കറ്റ് അല്ലേ, ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് പെരുമ്പാമ്പ് ഇറങ്ങിപ്പോയിരുന്നു. ദ പിത്തൻസ് ഔട്ട്, ഹി സെഡ്. പെരുമ്പാമ്പ് പുറത്താണ്, അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഡാഷ്ഡ് ഔട്ട് ഓഫ് അവർ കമ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം വേഗം കമ്പാർട്ട്മെൻറ്റിലേക്ക് ആൻഡ് ഡാഷ്ഡ് ഔട്ട് ഓഫ് അവർ കമ്പാർട്ട്മെൻറ്റ്. ഐ ഫോളോഡ് ക്ലോസ് ബിഹൈൻഡ്. അദ്ദേഹം വേഗം കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടി. ഞാനും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പാഞ്ഞു. About a dozen passengers were crowded outside the washroom door. ഏകദേശം 12ഓളം പാസഞ്ചേഴ്സ് അവിടെ വാഷ്റൂം ഡോറിൽ നിൽക്കുകയാണ്. എനിത്തിങ് റോങ് ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ കാഷ്വലി. വളരെ കാഷ്വലായിട്ട് മുത്തശ്ശൻ ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം? വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ടോയ്ലറ്റ് സെറ്റ് സമ്മൺ. ഞങ്ങൾക്ക് കുളിമുറി കയറാൻ കഴിയുന്നില്ല, ബാത്റൂം കയറാൻ കഴിയുന്നില്ല. ദർ ഇസ് എ ഹ്യൂജ് സ്നേക്ക് ഇൻസൈഡ്. വലിയൊരു പാമ്പുണ്ട് അതിൻ്റെ ഉള്ളിൽ. Let me take a look, said grandfather casually. I know all about snakes. ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് പാമ്പുകളെ കുറിച്ചൊക്കെ അറിയാം, മുത്തശ്ശൻ പറഞ്ഞു. The passengers made way for him. യാത്രക്കാർ മുത്തശ്ശന് വേണ്ടി വഴിയൊരുക്കി. He entered the washroom to find the python curled up in the wash basin. അദ്ദേഹം ബാത്റൂമിൽ കയറി. അപ്പോൾ എന്താ, പൈത്തൻ ചുരുണ്ടുകൂടി വാഷ് ബേസിനിൽ കിടക്കുക. Grandfather gathered up the sleepy overfed python and stepped out. വളരെയധികം കഴിച്ചിട്ട് സുന്ദരമായി കിടന്നുറങ്ങുന്ന ആ പെരുമ്പാമ്പിനെ എടുത്തുകൊണ്ട് മുത്തശ്ശൻ പുറത്തേക്കിറങ്ങി. The passengers hastily made way for them. ആളുകൾ തിടുക്കത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പാതയൊരുക്കി. Nothing to worry about, said grandfather cheerfully. ഒന്നും വിഷമിക്കാനില്ല, മുത്തശ്ശൻ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു. He has had his dinner, so no one is in any danger. അത് അതിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്, ഡിന്നറൊക്കെ അത് കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആരും ഭയപ്പെടണ്ടെന്ന് പറയാണ്. ആൻഡ് ഹി മാർച്ച്ഡ് ബാക്ക് ടു അവർ കമ്പാർട്ട്മെൻറ്റ്. അദ്ദേഹം ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ നേരെ എത്തി. ഗ്രാൻഡ് മദർ വാസ് സിറ്റിംഗ് അപ്പ് ഓൺ ബർത്ത് വെൻ വി ഗോട്ട് ദർ. മുത്തശ്ശി അവിടെ ബർത്തിലിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ. ഐ ന്യൂ യു വുഡ് ഡൂ സംതിങ് ഫുളിഷ് ബിഹൈൻഡ് മൈ ബാക്ക്. എനിക്കറിയാം നിങ്ങൾ എന്തെങ്കിലും പൊട്ടത്തരം കാണിക്കും എന്ന്. ഷീ സ്കോൾഡഡ്. അവരെ ശകാരിച്ചു. ഷീ വുഡിൻ ബിലീവ് ഗ്രാൻഡ് ഫാദർ വെൻ ഹി ടോൾഡ് ഹർ ഹി ഹാഡ് നത്തിങ് ടു ഡൂ വിത്ത് ഇറ്റ്. ഞങ്ങളൊന്നും ചെയ്തില്ല
എന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് പോലും മുത്തശ്ശിക്ക് അതൊന്നും വിശ്വാസം ആയില്ല എന്ന് പറയാണ്. കാരണം മുത്തശ്ശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്, ഞാൻ മനഃപൂർവ്വം കൊണ്ടിട്ടതാണ് എന്ന് ചിലപ്പം തെറ്റിദ്ധരിക്കാനിടയുണ്ടെന്ന്. അപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥ ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.